ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും Asilva Anil യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ശക്കർപാര എന്ന് പറയുന്ന ഒരു സ്വീറ്റ് ഡിഷാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒക്കെ ഉത്സവങ്ങൾക്കൊക്കെ തയ്യാറാക്കുന്ന ഒരു സ്വീറ്റ് ഡിഷാണ് ഈ ശക്കർപാര എന്ന് പറയുന്നത്. ശക്കർ എന്ന് പറയുന്നത് പഞ്ചസാര. അപ്പോൾ നമുക്കിത് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് പാരിയും തയ്യാറാക്കാവുന്നതാണ്. നമുക്കത് വേറൊരു റെസിപ്പി ഞാനിടാം. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കുന്ന നല്ല ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണ് കേട്ടോ. നമുക്ക് അധികം സമയവും വേണ്ട, അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം കുട്ടികൾക്ക്. ഒരു ഡോ തയ്യാറാക്കിയിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമിൻ്റെ ഒരു ഇത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓയിലിൻ്റെ ചിലവ് എന്ന് പറയുന്നത് അധികമൊന്നുമില്ല. നമ്മൾ എടുത്തിരിക്കുന്ന ഓയിൽ അത്രയും തന്നെ നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, ഒട്ടും തന്നെ ഓയിൽ ഇതിനകത്തൊന്നും പിടിക്കൂല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണേ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിതെങ്ങനെയാണ് ചെയ്യണേ നോക്കാം. നമുക്കിത് തയ്യാറാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൈദ, ഒരു 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം നെയ്യ്, പഞ്ചസാര, ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന 3/4 കപ്പ് റവ നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് റവ നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന അത്രയും നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ബാക്കി നമുക്ക് കുഴയ്ക്കുമ്പോൾ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് 3/4 കപ്പ് റവ എടുത്തത് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാരേനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മധുരം നിങ്ങൾക്ക് അനുസരിച്ച് ചിലപ്പോൾ എങ്ങനെയാണ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. നമുക്കൊരു 3/4 കപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം മധുരമാവണ്ട. ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് അരിഞ്ഞ് കിട്ടാൻ, അല്ലാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചെടുത്താലും മതി, അങ്ങനെ ചേർക്കാം. നമുക്ക് തിളപ്പിച്ചെടുത്താൽ ചെറിയ ചൂടോട് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശർക്കരപ്പാര നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാലുണ്ടെച്ചെങ്കിൽ പാൽ കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതുപോലെ പൊറോട്ട ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ വെള്ളത്തിന് പകരം പാലൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ അതുപോലെയൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടാവുന്നതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു കളറൊക്കെ വന്ന് ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരും. നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് എടുക്കാം. ഒരുപാട് കറക്കണ്ട, ഇങ്ങനെ കറുത്ത് പോകാനോ അത് കരിയാനോ ഇടവരുത്താതെ നന്നായിട്ട് തുടരെയായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുഴുവൻ പഞ്ചസാരയും, ഞാൻ 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മധുരം മനസ്സിലാവും. പിന്നെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് മധുരം കുറയുക ചെയ്യുക. ഇപ്പോൾ മുന്നിട്ട് നിന്നാലാണ് നമുക്ക് മധുരം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4-5 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഈ ഒരു ചൂടിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റവ ഇതിനകത്ത് ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ മധുരം ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഉപ്പ്, ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വെള്ളം ചൂടാറിയിട്ടില്ല, ഒന്ന് ചൂടാറിയതിന് അതായത് നന്നായി ചൂടാറല്ല, എന്നാൽ തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. ആ ഒരു ലെവലിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. ഇപ്പം നമ്മുടെ മാവ് നന്നായി കുഴച്ചിട്ടുണ്ട്. അപ്പോൾ കുഴയ്ക്കുമ്പോൾ ഒരു പിശുക്കും കാട്ടാണ്ട് നല്ല രീതിയിൽ തന്നെ കുഴയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റവയൊക്കെ ഉണ്ടല്ലോ, ആ തരിയൊക്കെ നന്നായിട്ട് നമ്മൾ കുഴച്ച് നല്ല സ്മൂത്തായിട്ട് വരണം. അപ്പോൾ അതുവരെ തന്നെ നമ്മൾ നന്നായി കുഴച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ 1 കപ്പ്
ഷുഗറാണ് എടുത്തിരുന്നത്. അത് അധികമൊന്നുമല്ല കേട്ടോ, നമ്മൾ നേരത്തെ ഒക്കെ ബാക്കിയുള്ളതും കൂടി ഇട്ടിരുന്നു, ഞാൻ ഫുള്ളായിട്ട് ചേർത്തു. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് മധുരമൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ശരിക്കും മധുരം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല മധുരം താല്പര്യമുള്ളവർക്ക് ഒരു കുറച്ചും കൂടി മധുരം നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമ്മൾ കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ അരമണിക്കൂറല്ല 1 മണിക്കൂറോളം ഏകദേശം റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതുപോലെ ഒന്നെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് റാപ്പ് ചെയ്ത് വെക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ട് ഒന്ന് നനച്ചിട്ട് നമ്മളിത് പൊതിഞ്ഞ് വെക്കുക. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൂരിക്ക് എടുക്കുന്ന പോലെയല്ല, കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ഒരു പാകത്തിനാണ് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ലൂസല്ല, കുറച്ച് ടൈറ്റാണ്. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ. നമ്മളത് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഭാഗങ്ങളാക്കി മാറ്റാം. അപ്പോൾ എല്ലാം തുല്യമായിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം. അതായത് വലിയ വലിയ ബോളുകളാക്കി എടുത്തിട്ട് നമ്മൾ കട്ടിക്ക് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ അതുപോലെ നമുക്കെല്ലാം ഒരേ അളവിലാക്കി എടുക്കാം. അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ, നമ്മൾ വലിയ ബോളുകളാക്കാൻ വേണ്ടിയിട്ട് മാത്രമാക്കി. ഇത് കുറച്ച് ടൈറ്റാണ്, അത് കാരണമാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഇത് ബോളുകളാക്കി മാറ്റാം. അപ്പം നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട്, കാരണം ഒത്തിരി ടൈറ്റ് ആണല്ലോ നമ്മുടെ ഡോ, അപ്പോൾ അത് കാരണം ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ അധികം നൈസായിട്ട് വരരുത്, നമ്മൾ കുറച്ച് കട്ടിക്ക് തന്നെ വേണം ആക്കാൻ. അപ്പോൾ ഈ ഒരു കട്ടിക്കൊക്കെ നമുക്ക് എല്ലാ ഭാഗത്തും ഒന്നായി വരുന്ന രീതി, ഒരേ ലെവലായി വരുന്നവരെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഓയിലൊന്നും നമുക്ക് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതൊന്നും പിടിക്കില്ല. അല്ല, നമ്മൾ ഒരുപാട് നെയ്യൊക്കെ ചേർത്തിട്ടുള്ള കാരണം ഇതങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പരത്തിയെടുത്തത് ഇനി നമുക്ക് ഇതുപോലെ ഷേപ്പായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഡയമണ്ട് കട്ട്സ് എന്നൊക്കെ പറയും, അവിടെ ഇതിനെ ശക്കർപ്പാര എന്ന് പറയും. ഇനി നമുക്കിത് മധുരം ഇടാതെ വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്ലേവറിനായിട്ട് ജീരകമോ അല്ലെങ്കിൽ അയമോദകമോ അങ്ങനെയൊക്കെ ഇട്ടിട്ട്, നമുക്ക് എള്ള് അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് പഞ്ചസാര ഇല്ലാതെ, അത് നമുക്ക് പാരാന്നാണ് പറയാം, അങ്ങനെയും തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ ഇവിടെയൊക്കെ ഡയമണ്ട് കട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കാറുണ്ട്. ചിലരിത് മധുരം ചേർക്കാതെ തയ്യാറാക്കിയിട്ട് അവസാനം നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് അങ്ങനെ തയ്യാറാക്കാറുണ്ട്. നമുക്കിതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പാണ് വേണ്ടത് വെച്ചെങ്കിൽ മുറിച്ചെടുക്കാവുന്നതാണ്. ശക്കർപ്പാരയ്ക്ക് ഇതാണ് ഒരു ഷേപ്പ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കും. നമ്മൾ ഈ ഒരു കട്ടിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി വരുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ വെളിച്ചെണ്ണയിൽ എന്തായാലും ഫ്രൈ ചെയ്തെടുക്കണ്ട. ഇതൊക്കെ നമുക്ക് എന്തായാലും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ, ഇപ്പം നമ്മൾ റൈസ് ബ്രാൻഡ് ഓയിലാണ് എടുക്കുന്നത്, അങ്ങനെ ആയാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണ്ട കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയായി മാറും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, നമുക്കിത് നന്നായി മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ കുറച്ച് ടൈം നമ്മൾ കുറച്ച് ബാച്ച് ആക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ, പക്ഷെ നമുക്ക് റീയൂസ് ചെയ്യാൻ, ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ റീയൂസ് ചെയ്യുന്നത് അത്ര നന്നായിരിക്കില്ല. ഇനി നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കരപ്പാര ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണ കുടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമ്മൾ എണ്ണയിൽ ഉപയോഗിക്കുന്ന ഏത് ഐറ്റം ആയാലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എണ്ണ കുടിക്കുന്നത് കുറഞ്ഞ് കിട്ടും നമുക്ക്. അപ്പം നന്നായി മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൻ ചെറിയൊരു പാൻ എടുത്തിട്ട് വെച്ചെങ്കിൽ കുറച്ചും കൂടി നന്നായി ഇങ്ങനെ മുങ്ങി കിടക്കാനൊക്കെ എളുപ്പമായിരിക്കും. നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ ചട്ടിയില്ലേ, നമ്മൾ ഇതിന് മുമ്പൊക്കെ അങ്ങനെ ചെയ്യാറ്, ആ വെള്ളയപ്പ ചട്ടീൻ്റെ വെച്ചെങ്കിൽ അതിലൊക്കെ ചെയ്താലും മതി. കുറച്ചധികം ബാച്ച് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഷേപ്പൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇട്ട് കൊടുത്ത വശം നമ്മൾ ഇളക്കി കൊടുക്കരുത്. അപ്പം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തിരുന്നെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വീർത്ത് വരും. പക്ഷെ അതല്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ തന്നെ നമ്മൾ കട്ടിക്ക് ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊന്തി വരുന്നുണ്ട്. ഇത്ര മതി.
ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ആക്കാട്ടെ, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിയും. ഉള്ളാണ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെന്ത് വരില്ല, അപ്പോൾ ക്രിസ്പി ആയിട്ട് ഇരിക്കില്ല, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഇതായി വന്നിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചധികം നേരം തന്നെ ഇടണം, എങ്കിൽ തന്നെയാണ് അത് ഫ്രൈ ആയി വരുള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നല്ല അത്യാവശ്യം കട്ടിക്കായ കാരണം തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ ക്രിസ്പി ആയിട്ട് വരുള്ളൂ. പിന്നെ ഇപ്പം എങ്ങനെയായാലും ഇത് തണുത്ത് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ഇപ്പം നമ്മുടെ എല്ലാ ശർക്കരപ്പരയായി വന്നിട്ടുണ്ട്. ഇത്രയും ഇതിൽ നമുക്ക് ഈ ഒരു അളവിലാണ് നമുക്ക് കിട്ടുക. ഇതിലും കൂടുതലുണ്ട് കേട്ടോ, നമ്മുടെ ഇവിടെ കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോയി, അത് കാരണമാണ് കുറച്ചും കൂടി അളവിൽ നമുക്ക് കിട്ടും. ഈ ഒരു അളവിൽ എടുത്തിട്ട് വെച്ചെങ്കിൽ അത് നമ്മൾ വറുത്ത് കോരുന്ന സമയത്ത് ആയില്ല എന്ന് വിചാരിച്ചിട്ട് കോരുന്ന സമയത്ത് നമുക്ക് ഇത്തിരി ഇങ്ങനെ ഒരു ചെറിയ ഇതായിട്ടാണ് ഇരിക്കുക. പക്ഷെ അത്യാവശ്യം ഇത് നമ്മൾ ചൂടാറുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. കണ്ടില്ലേ, കൈ കൊണ്ട് തന്നെ എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല, അത്രയും നല്ല ടൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്രയ്ക്ക് കളറാക്കണം എന്നില്ല. ഞാൻ ഈ ഒരു നിറത്തിലാണ് എടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്